ആപ്കി അദാലത്തിൽ ജെയിൻ മുനി തരുൺ സാഗറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ്. മുനിവരെ, ഇത് സത്യമാണോ? കുട്ടിക്കാലത്തെ താങ്കൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയെന്ന്. വീട്ടിലെന്താണ് സംഭവിച്ചത്? മാർക്ക് വല്ലതും കുറഞ്ഞുപോയോ? അമ്മ വഴക്ക് പറഞ്ഞോ അതോ അച്ഛൻ അടിക്കുകയോ വല്ലതും ചെയ്തു? നോക്കൂ, എൻ്റെ ഈ പിടിവാശി എന്നത് അത് ഗോഡ്സ് ഗിഫ്റ്റാണ്. പിന്നെ അതുപോലെ ഒന്നും തന്നെ നടന്നിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ വഴക്ക് പറഞ്ഞിട്ടില്ല, അച്ഛനും ദേഷ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ആ ഉൾവിളിയിലൂടെ ഞാൻ വീട് വിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ ലോകത്തു നിന്ന് പുറത്തു കടന്നു. മഹാവീരൻ്റെ വഴിയിലേക്ക് ഞാനും കടന്നു. പിന്നെ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, രജത് സർ, ഞാൻ ഉപേക്ഷിച്ചു, നിങ്ങളും അതുപോലെ ഉപേക്ഷിച്ച ആളാണ്. പക്ഷേ രണ്ടുപേർക്കിടയിലും ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ വേണ്ടിയാണ് ലോകത്തെ ഉപേക്ഷിച്ചത്. നിങ്ങൾ ഈ ലോകത്തിൽ വിലയം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ചു. ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് ദൈവമാകാനായിരുന്നു ആഗ്രഹമെന്ന്. ദൈവമാകാൻ വേണ്ടിയാണ് താങ്കൾ എല്ലാം ഉപേക്ഷിച്ചതെന്നും. അതിലൊരു സ്വാർത്ഥതയുണ്ടല്ലോ. ഈ ലോകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം നേടുവാൻ വേണ്ടി മറ്റൊരു കാര്യം നഷ്ടപ്പെടുത്തിയേ തീരൂ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് നേടുവാൻ നമ്മൾ മറ്റൊന്ന് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്തേ തീരൂ. 13-ാമത്തെ വയസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ താങ്കൾക്ക് വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താണ്, സന്യാസം എന്ന് വെച്ചാൽ എന്താണ്, ദൈവം എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എല്ലാവരും പറയാറുണ്ടല്ലോ, समझदार के लिए सारा काफी होता है और जो ये ना समझे वो उम्र भर होता है. ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരുന്നു, താങ്കൾ ജിലേബി കഴിച്ചുകൊണ്ടേ സന്യാസിയായിരുന്നു. കുട്ടിക്കാലം മുതലേ എനിക്ക് ജിലേബി എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. 6-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല, 6-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ 13 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചു വന്നു. അതായത് എനിക്ക് ചെറിയ പ്രായം മുതലേ തന്നെ ജിലേബി വളരെ ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ എപ്പോഴും ജിലേബി കഴിക്കാറുണ്ടായിരുന്നു. അടുത്ത് തന്നെ എൻ്റെ ഗുരുവും ഇരിക്കാറുണ്ടായിരുന്നു, ആചാര്യ പുഷ്പകൻ സാഗർ മഹാരാജ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ, ദൈവമായിട്ട് മാറാൻ പറ്റുമെന്ന്. ആ ഒരു കാര്യം എൻ്റെ കാതിൽ വീണപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ജിലേബി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റൊരു ഭാഗത്ത് എനിക്ക് ദൈവമാകാനുള്ള ആഗ്രഹവും ഉണ്ടായി. അങ്ങനെ ഞാൻ വീട് വിട്ടു. പക്ഷേ ദൈവമായിട്ട് മാറാൻ വേണ്ടി താങ്കൾ ആഹാരവും വെള്ളവും എല്ലാം തന്നെ ഉപേക്ഷിച്ചു, വസ്ത്രങ്ങളും ഉപേക്ഷിച്ചു. ഇതിനു മുൻപ് വളരെ നന്നായിട്ട് ജീവിച്ചു എന്നൊരു തോന്നൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും? എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മരിച്ചവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞ കാര്യം, അതായത് തരുൺ സാഗർ, നീ ജനിച്ചത് മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനല്ല, ജീവനോടെ ഇരുന്നു കൊണ്ട് ഈ സമൂഹത്തെ നയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ദിവസം മുതൽ ഈ സമൂഹത്തെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഇന്ന് വരെ ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞത് താങ്കൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ആഹാരം കഴിക്കുള്ളൂ എന്നാണ്. അതുപോലെ കുളിക്കുന്നില്ല, ബ്രഷ് ചെയ്യുന്നില്ല, പല്ല് താങ്കൾ തേക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇതെങ്ങനെയുള്ള നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശരിയാണ്. ഞാൻ വസ്ത്രം ധരിക്കാറില്ല, നഗ്നനായിട്ടാണ് ഇരിക്കാറ്. നഗ്നനായിട്ടിരിക്കുക എന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. യഥാചാഗ് മുദ്ര. ജൈൻ വിശ്വാസങ്ങളിൽ പറയുന്നത്, ഒരു സന്യാസി ആരാണെന്ന് വെച്ചാൽ സമൂഹത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി തന്റെ സ്വന്തം വസ്ത്രം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായവനാണെന്ന്. പക്ഷെ മുനി, അക്കാലത്ത് അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഈ 21st സെഞ്ചുറിയിൽ ലോകം വളരെയധികം മാറിയിരിക്കുന്നു. പക്ഷെ താങ്കൾ വസ്ത്രം പോലും ഉപേക്ഷിച്ച് ചുറ്റിക്കറങ്ങുക. ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഈ ലോകം ഒരു കാര്യം മനസ്സിലാക്കണം. ദിഗംബർ സന്യാസി എന്ന് വെച്ചാൽ ആരാണെന്ന്. എൻ്റെ കയ്യിൽ ഈ മയിൽപീലിയും പിന്നെ ഈ ജലപാത്രവുമാണുള്ളത്, പിന്നെ കമണ്ഡലം. ഇത് മാത്രം ഉള്ളത് കൊണ്ട് ആർക്കും സന്യാസി ആവാനും പറ്റില്ല. നിങ്ങളോട് സന്യാസിമാരെ പറ്റി ഒരു 4 വരി കവിത ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. दिगंबर साधु किसे कहते हैं? दिगंबर मुनि किसे कहते हैं? जिसके पैरों में जूता नहीं, सिर पर छाता नहीं, बैंक में खाता नहीं, परिवार से नाता नहीं,
उसे कहते हैं दिगंबर मुनि। जिसके तन पर कपड़े नहीं, जिसके मन में लफड़े नहीं, जिसके वचन में झगड़े नहीं, जीवन में कोई रगड़े नहीं, उसे कहते हैं दिगंबर मुनि। जिसका कोई घर नहीं, किसी बात का डर नहीं, दुनिया का असर नहीं और जिससे बड़ा कोई सुपर नहीं, उसे कहते हैं दिगंबर मुनि। जिसके संग बीवी नहीं, जिसके साथ टीवी नहीं, अमीरी गरीबी नहीं, नाश्ते में जलेबी नहीं, उसे कहते हैं दिगंबर मुनि। പിന്നെ രജത് സർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതുപോലൊരു ലോകത്ത് ആർക്കെങ്കിലും, അതായത് ഒരു മനുഷ്യൻ, ഞാൻ ഇന്ത്യയെ പറ്റിയല്ല പറയുന്നത്, ഇതുപോലെയൊരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവുമോ? അതായത് മുടി വെട്ടുന്ന ആൾ ആവശ്യമില്ല, പിന്നെ ഒരിക്കലും കൊല്ലന്റെ ആവശ്യം വരുന്നില്ല, തട്ടാന്റെ ആവശ്യവും വരുന്നില്ല, എണ്ണപ്പണിക്കാരുടെ ആവശ്യം വരുന്നില്ല, ചെരുപ്പ് കുത്തികളുടെ ആവശ്യം വരുന്നില്ല, എനിക്കായിട്ട് തുണി ഉണ്ടാക്കുന്നവരുടെ ആവശ്യമില്ല. ഇതുപോലെ ഒരു മനുഷ്യനെ ലോകത്ത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരാളുണ്ട്, അവരാണ് ദിഗംബര മുനി. തുണി അലക്കുന്നവരുടെ ആവശ്യം അവർക്കില്ല, പക്ഷെ അവർ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു. അവരെയാണ് ദിഗംബര മുനി എന്ന് വിളിക്കുന്നത്. ദിഗംബര മുനി മറയ്ക്കുവാൻ വേണ്ടി മയിൽപീലി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഡെസ്ക് വയ്ക്കാറുണ്ട്. മറയ്ക്കാൻ വേണ്ടി താങ്കൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഒരു കോണകം കെട്ടിക്കൂടാ? അല്ല, കോണകം നമ്മൾ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ ആർക്കൊക്കെയാണോ പ്രശ്നം തോന്നുന്നത്, അവർ ഞാൻ 1 മീറ്റർ കോണകം ഉടുക്കുന്നതിനേക്കാളും ഒരു ചെറിയ 1 മീറ്റർ തുണി അവരുടെ കണ്ണിൽ കെട്ടിയിട്ട് എന്നെ നോക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. അത്രേ ഉള്ളൂ കാര്യം. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, താങ്കളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അവർ പറയുന്നത്. അല്ലല്ലല്ല, ഞാൻ എവിടെ പോവുകയാണെങ്കിലും നഗ്നനായിട്ടേ പോവാറുള്ളൂ. എന്റെ കാലുകളിൽ പാദുകങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ താങ്കൾക്ക് ഈ യാത്ര ചെയ്യാൻ കാറുകളുണ്ട്, ബസ്സുകളുണ്ട്, ബുള്ളറ്റ് ട്രെയിനുകളുണ്ട്, റോക്കറ്റുണ്ട്, കപ്പലുകളുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ നടന്നു പോകുന്നത്? ഞാൻ ഇതുകൊണ്ടാണ് നടന്നു പോകുന്നത്. കാരണം വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിലവിൽ ഒരു വണ്ടി പോലും ഇല്ല. ഒരു മുനിക്ക് സ്വന്തമായിട്ട് തുരുമ്പ് പോലും ഇല്ല എന്നാണ് പറയാറ്. ഈ മയിൽപീലിയും പിന്നെ ഈ കമണ്ടലവും മാത്രമേ സ്വന്തമുള്ളൂ. ഒരുപക്ഷെ താങ്കൾ ബസ്സിൽ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ധാരാളം പേർക്ക് ദർശനം നൽകാമല്ലോ. അങ്ങനെ പബ്ലിസിറ്റിയും കൂടുമല്ലോ. ഈ ആപ്കെ അദാലത്തിൽ വരാൻ പോലും താങ്കൾക്ക് 6 ദിവസം. നിങ്ങളല്ലേ പറഞ്ഞത് ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ എന്ന്. ആദ്യം നമ്മൾ ജീവിക്കണം. ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിന് തന്നെ മനസ്സിലായിക്കോളും എങ്ങനെ ജീവിക്കണമെന്നൊക്കെ. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ സാർ, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ? മഹാവീറിന്റെ കാലത്ത് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ, മൈക്രോഫോൺ ഇല്ലല്ലോ. ഇപ്പോൾ താങ്കൾ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നു, സെൽഫോൺ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ താങ്കൾ നോക്കിയ ബുക്സ് ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ പറയാൻ വരുന്നത് ചെറിയ എന്താണെന്ന് adjustment വെച്ചാൽ ഒക്കെ ചെയ്യാമല്ലോ. ഇല്ല മഹാവീരന്റെ ആശയങ്ങൾ ഇതാണ്, ഭഗവാൻ സദ്ദേവിന്റെയും ആശയങ്ങൾ ഇതാണ്, ജൈനധർമ്മത്തിന്റെ ആശയങ്ങൾ ഇതാണ്. എനിക്കൊരിക്കലും ഈ ആശയങ്ങളും സിദ്ധാന്തങ്ങളും മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ മാറ്റാൻ പറ്റും. ചിലപ്പോൾ നല്ല വശങ്ങളുണ്ടാവാം, ചിലപ്പോൾ മോശം വശങ്ങളും ഉണ്ടാവാം. ഇത് ശാശ്വതമായിട്ടുള്ളൊരു ആശയമാണ്. ലോകം ഇന്ന് നിലനിൽക്കും, നാളെ മാറും. പക്ഷേ ആശയങ്ങൾ ഒരിക്കലും പല മാറില്ല. മുനിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവർ എയറോപ്ലെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് മഹാവീരന്റെ വഴിയല്ല. അതൊരിക്കലും അദ്ദേഹത്തിന്റെ വഴിയല്ല. അത് നമുക്കെതിരായിട്ടുള്ളൊരു വഴിയാണ്. മഹാവീരന്റെ ശരിക്കുമുള്ള വഴി ഇതാണ്. അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു, അദ്ദേഹം ഒരു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചപ്പോൾ അദ്ദേഹം എല്ലാം തന്നെ ഉപേക്ഷിച്ചു. ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. മഹാവീരൻ പറഞ്ഞത് ഒരു കാര്യം നേടാൻ മറ്റൊന്ന് ഉപേക്ഷിക്കണമെന്നാണ്. ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തെ ഉപേക്ഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടണം. പക്ഷേ എല്ലാം നേടണമെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് താങ്കളെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു, അഹിംസ മഹാക്കും. ഇതിൽ താങ്കളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. താമരപ്പൂവിന്റെ മുകളിലാണ് താങ്കൾ ഇരിക്കുന്നത്. അവിടെ മുൻപിൽ ചുറ്റുപാടും സ്ത്രീകളും ഉണ്ട്. കുറച്ചുപേര് ആരതി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ പറയൂ, താങ്കൾ ഏതാണ് ഉപേക്ഷിച്ചത്? എല്ലാം തന്നെ ഉണ്ടല്ലോ. मंजिल मिले ना मिले, मंजिल मिले ना मिले, ये मुकद्दर की बात है. हम कोशिश ही न करें, ये तो गलत बात है. ഞാൻ ആ ലക്ഷ്യം നേടിയെന്ന് പറയുന്നു. അതെ, നേടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, അത് ഞാൻ ചെയ്തതല്ല, എനിക്ക് വേണ്ടി സമൂഹം ചെയ്തതാണ്.
അതും നിങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിപ്പിടമുണ്ട്, ഇവിടെ ഈ ടേബിളുണ്ട്. ഇതൊക്കെ സമൂഹത്തിന്റെ കടമയാണ്. അവരെന്നെ വിലമതിക്കുന്നു, അവരെനിക്ക് ബഹുമാനം നൽകുന്നു. ഇതൊക്കെ സമൂഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഞാൻ താഴെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ തന്നെ ഇരിക്കാൻ തയ്യാറാണ്. മേലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണ്. മേലെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിർബന്ധമായതുകൊണ്ടാണ്. കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട്. ആ വിളക്ക് ഒരു ഉയരമുള്ള സ്ഥലത്താണ് വെക്കുക, കാരണം അതിന്റെ വെളിച്ചം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി. ഒരു സന്യാസി, ഗുരു, മുനി ഇവരൊക്കെ പ്രകാശത്തോടെ കത്തുന്ന ഒരു ദീപമാണ്. ഇവരെയൊക്കെ എന്തിനാണ് ഉയരമുള്ള സ്ഥലത്ത് ഇരുത്തുന്നതെന്നാൽ സമൂഹത്തിലേക്ക് അവരുടെ വെളിച്ചം വ്യാപിക്കാൻ വേണ്ടിയാണ്. സമൂഹത്തിൽ ആ വെളിച്ചത്തിന്റെ കിരണങ്ങൾ എത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ചില സമയത്ത് ആളുകൾ പറയാറുണ്ട്, അതായത് എല്ലാ ആത്മാക്കളും ഒന്ന് തന്നെയാണ് എന്ന്, ആരും വലിയവരില്ല, ആരും ചെറിയവരില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഉയരമുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളെ തറയിൽ ഇരുത്തുന്നു എന്ന്. അതിലൂടെ നിങ്ങൾ സ്വയം വലിയൊരാളാണെന്ന് വിചാരിക്കുകയാണോ? അതിന് മറുപടിയായിട്ട് മഹാവീരൻ ഒരു കാര്യം പറഞ്ഞു, വളരെ നല്ലൊരു മറുപടി. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഉയരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊരു വലിയ ആളാകുന്നില്ല. ഞാൻ ഉയരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും വലിയ ആളാകുന്നില്ല. നിങ്ങൾ താഴെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെറിയവരും ആവുന്നില്ല. താഴെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ വലിയവരാണ്. ഞാൻ മേലെ ഒരു ചെയറിലിരുന്നാലും ഞാനൊരു ചെറിയവനാണ്. പക്ഷേ ഞാൻ ചെയറിലിരുന്നത് കൊണ്ട് ഞാനൊരു വാച്ച്മാനായി. നിങ്ങൾ ഭൂമിയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജമീന്ദാറുമായി. ഇപ്പോ ഇതിനെക്കുറിച്ച് താങ്കൾ പറയൂ. താങ്കൾ 13ാമത്തെ വയസ്സിൽ ദൈവമാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോയ വ്യക്തിയാണ്. ദൈവമായി ഞാൻ ഈ അടുത്താണ് നടക്കാൻ തുടങ്ങിയത്. ആ വഴിയിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. എത്രമാത്രം ജന്മങ്ങൾ, എത്രമാത്രം പരീക്ഷണങ്ങൾ ഉണ്ടെന്നത് അവ്യക്തമാണ്. അതൊന്നും അറിയാവുന്നത് എളുപ്പമല്ല. പക്ഷേ ജനങ്ങൾ എന്നും എന്നെ ഭക്തിയോടെയാണ് കാണുന്നത്. വളരെ വൈകാര്യമായി കാണുന്നു. അത് അവരുടെ ഭക്തിയാണ്. പക്ഷേ ഞാൻ ഈ അടുത്താണ് നടക്കാൻ പോലും തുടങ്ങിയത്. ഇനിയും പോകാൻ ഒരുപാട് ദൂരമുണ്ട്.